ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. ബാർ വിഷയത്തിലെ കോഴ ആരോപണത്തിൽ സംസ്ഥാന രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. KM മാണിക്ക് കോഴ നൽകിയെന്ന ആരോപണം ആവർത്തിച്ച് ബാർ ഉടമകൾ. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KM മാണി. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് കേരള കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച് മുഖ്യമന്ത്രിയും KPCCയും. മാണിക്കെതിരായ ആരോപണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയും A ഗ്രൂപ്പുമെന്ന് PC ജോർജ്. ഉമ്മൻചാണ്ടിയുടെയും K ബാബുവിന്റെയും പങ്ക് അന്വേഷിക്കണമെന്ന് പിണറായി. വിജിലൻസ് അന്വേഷണം വേണമെന്ന് VSന്റെ കത്ത്. അന്വേഷണം ആവശ്യപ്പെട്ട TN പ്രതാപനെതിരെ ഉമ്മൻചാണ്ടിയും സുധീരനും. അന്വേഷണം ആവശ്യപ്പെട്ടത് ബിജുവിനെതിരെ എന്ന് പ്രതാപന്റെ തിരുത്ത്. കണ്ണൂരിൽ സ്ത്രീയെ ട്രെയിനിൽ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് സ്വദേശി സുരേഷ് അറസ്റ്റിൽ. സുരേഷല്ല പ്രതിയെന്ന് പ്രധാന സാക്ഷി ഗോവിന്ദൻ. സാക്ഷി മൊഴിമാറ്റിയതെന്ന് പോലീസ്. ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ പുതിയ പരിപാടിയുമായി CPM. ശുചിത്വ കേരളം പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുക പദ്ധതിയുടെ ലക്ഷ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പിണറായി വിജയൻ. മഹാരാഷ്ട്ര സർക്കാരിൽ ശിവസേനയെ ഉൾപ്പെടുത്തിയേക്കും. 30 അംഗ മന്ത്രിസഭയിൽ 10 സ്ഥാനം നൽകാൻ ധാരണയായതായി സൂചന. അന്തിമ തീരുമാനം ഉടൻ വേണമെന്ന് BJPക്ക് ശിവസേനയുടെ അന്ത്യശാസനം. ബാർ വിഷയത്തിലെ കോഴ ആരോപണത്തിൽ സംസ്ഥാന രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. KM മാണിക്ക് കോഴ നൽകിയെന്ന ആരോപണം ബിജു രമേശ് ആവർത്തിച്ചപ്പോൾ നിഷേധിച്ച് മുഖ്യമന്ത്രിയും UDFും ഒന്നടങ്കം രംഗത്തെത്തി. തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KM മാണിയും പ്രതികരിച്ചു. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. CPM നേതാവ് TM തോമസ് ഐസക്, ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് നേതാവ്, ഇവർ രണ്ടുപേരും ഈ ചർച്ചയിൽ പങ്കെടുക്കും. അഡ്വക്കേറ്റ് ഉദയഭാനു, സത്യം എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അന്വേഷിക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പാമോലിൻ കേസിലും സമാനമായൊരു നിലപാട് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സത്യം എന്തെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് കേസ് പിൻവലിക്കാൻ തീരുമാനിക്കുന്നത്, അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ന്. ആരോപണം നേരിടുന്ന മന്ത്രി, അദ്ദേഹത്തിൻ്റെ പാർട്ടി, സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി, ഇവർ സത്യമെന്ത് എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്നത്ര ഗൗരവമേ ഉള്ളൂ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണത്തിന്? നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും ആരോപണ വിധേയനായ ബന്ധപ്പെട്ട മന്ത്രിയുടെയും ഇന്ന് അവർ പുറപ്പെടുവിച്ച നിലപാടുകൾ തികച്ചും ജനവിരുദ്ധവും നിയമവിരുദ്ധവുമാണ്. ഇന്നലെ ഡോക്ടർ ബിജു രമേശ് 2 ടെലിവിഷൻ ചാനലുകളിലായി വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നാം ഇന്ന് ഈ കോളിലൊക്കെ സൃഷ്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ആരോപിച്ചത് ഈ മന്ത്രിസഭയിലെ ഒരംഗം കോഴ ചോദിച്ചു, അതനുസരിച്ച് 1 കോടി രൂപ കൊടുത്തു. ഇത് പീപ്പിൾ ചാനലിലെ ഒരു വാർത്താ സംരക്ഷണത്തിനിടയിൽ പേരുകൾ വെളിപ്പെടുത്തിയ അവസരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനായി അഭിപ്രായം പറയുന്നതിന് വേണ്ടി ശ്രീമാൻ PC ജോർജ്, കേരളത്തിലെ ചീഫ് വിപ്പ്, രംഗത്തെത്തുകയുണ്ടായി. ശ്രീ ബിജു രമേശ് പറഞ്ഞത് 1 കോടി രൂപ ഇന്ന മന്ത്രിക്ക് കൊടുത്തു എന്നാണ്. അതേസമയം ശ്രീ PC ജോർജ് പിന്നീട് ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ബാർ ഉടമകളുടെ അസോസിയേഷൻ്റെ ഭാരവാഹി അദ്ദേഹത്തിനടുത്ത് വരികയും മാർച്ച് മാസം 26-ാം തീയതി, ഏപ്രിൽ മാസം 1-ാം തീയതി ഈ 2 തീയതികളിലുമായി 50-50 വീതം ഉള്ള ഒരു കോഴയുടെ ഇടപാട് ഉണ്ടായി. ഈ ഇടപാടുകളെക്കുറിച്ചുള്ള റെക്കോർഡ് ദൃശ്യങ്ങൾ, ഞാൻ ശ്രവ്യ രേഖകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഇത് 2 കാര്യങ്ങളും തികച്ചും നിയമവിരുദ്ധമാണ്. ഇവിടെ ശ്രീ ബിജു രമേശ് പറഞ്ഞ കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഇതിന് മുൻകൂട്ടി അറിവുണ്ടെങ്കിൽ അവിടെയാണ് ഇതിലെ ഗുരുതരമായിട്ടുള്ള നിയമപ്രശ്നം വരുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്രകാരം ഒരു കോഴയെ സംബന്ധിച്ചുള്ള അറിവുണ്ട്. ശ്രീ PC ജോർജ് ചീഫ് വിപ്പിന് കോഴയെക്കുറിച്ച് അറിവുണ്ട്. 2 പേരും ഭരണഘടനാപരമായി ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 119-ാം വകുപ്പ് പ്രകാരം കുറ്റകരവും ശിക്ഷാർഹവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവർ 2 പേരും ചെയ്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള വിവരം മുൻകൂട്ടി മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ കാര്യങ്ങൾ അറിയാമെന്നിരിക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ നിർദ്ദേശം കൊടുക്കാതെ അത് മറച്ചു വെച്ച് നാളിതുവരെ പോയി എന്നുള്ളതാണ് അവർ ചെയ്ത കുറ്റം. നമുക്കിതിന് സമാനമായ മറ്റൊരു സംഭവം എടുത്ത് പരിശോധിക്കാം. വെളിപ്പെടുത്തലുകൾ കേസാക്കാമോ എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഇടുക്കിയിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി, അന്നത്തെ ജില്ലാ സെക്രട്ടറി ഒരു വെളിപ്പെടുത്തൽ നടത്തി. ചില ആളുകളെ കൊന്നതിനെ സംബന്ധിച്ചായിരുന്നു. ആ വെളിപ്പെടുത്തലുകളുടെ നമുക്ക് മറ്റ് സാങ്കത്യങ്ങളിലേക്ക് പോകാതെ തന്നെ
ആ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഒരു കേസ് വന്നു. ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ്റെ വളരെ സുപ്രധാനമായിട്ടൊരു വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തലുകൾ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ളതാണ് എങ്കിൽ ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ അടിസ്ഥാനത്തിൽ ആ വെളിപ്പെടുത്തൽ നടത്തിയ ആളെയും ആരോപണ വിധേയരായ ആളുകൾക്കെതിരെയും കേസെടുക്കണമെന്നുള്ളതായിരുന്നു. അത് പിന്നീട് സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും ആ നിലപാടുകൾ ശരിവെച്ചാണ് പിന്നീട് വന്നത്. അങ്ങനെയാണെങ്കിൽ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശ്രീ കെ എം മാണിക്കെതിരെ നിയമപരമായി കേസെടുക്കേണ്ടതുണ്ടാവും. ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അവിടെയാണ് അടുത്തൊരു ഘട്ടം വരുന്നത്. ഈ വെളിപ്പെടുത്തലിന് ആസ്പദമായ കാര്യങ്ങൾ അറിവുള്ള ആളുകൾ ആരൊക്കെയാ? ഒന്ന് സംസ്ഥാന മുഖ്യമന്ത്രി, രണ്ട് ചീഫ് വിപ്പ് ഒരു പടി കൂടി കടന്നു പറഞ്ഞു. അത് ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള ഒരു നിയമമന്ത്രി മാത്രമല്ല, മറ്റ് 2 മന്ത്രിമാർ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ധ്വനി വരത്തക്ക രീതിയിൽ പറഞ്ഞു. ഇവിടെ നാം സമാനമായൊരു സാഹചര്യം പരിശോധിക്കണം. കണ്ണൂര് അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പി ജയരാജൻ, അദ്ദേഹം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രി കിടക്കവേ ഗൂഢാലോചന നടന്ന മറ്റൊരു മുറിയിൽ നിന്ന് കേട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 118 വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ ആരോപണ വിധേയനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ കിടത്തുകയും പിന്നീട് അദ്ദേഹം ജയിൽ വിമോചനാകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം ചെയ്ത കുറ്റം, അദ്ദേഹത്തെ ഈ പിന്നീട് നടന്നേക്കാവുന്ന ഒരു കൊലപാതകം സംബന്ധിച്ചുള്ള വിവരം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ വിവരം പുറത്ത് അധികാരികളെ അറിയിക്കാനോ അത് തടയുവാനോ അദ്ദേഹം ശ്രമിച്ചില്ല. അത് 118 വകുപ്പ് പ്രകാരം കൊലപാതകമോ അതോ തത്തുല്യമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച്. പക്ഷേ 119 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ ബാധ്യതയാണ് അത് അധികാരികളെ അറിയിക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യുക. ഇവിടെ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം നടത്തുന്നയാളാണ്. മുഖ്യമന്ത്രിക്ക് ഒരു നിയമപരമായ ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവ് ഇത് ഇല്ലായ്മയാണോ അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുതയാണോ എന്നുള്ളതല്ല. പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യം പറയാനുള്ള ബാധ്യത രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും മുഖ്യമന്ത്രിക്കുണ്ട്. നമ്മുടെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ നടത്തി ക്യാബിനറ്റ് റാങ്കുള്ള ശ്രീമാൻ ചീഫ് വിപ്പായിട്ടുള്ള ശ്രീമാൻ PC ജോർജിനുമുണ്ട്. അതുകൊണ്ട് ഈ 2 പേരും 119 വകുപ്പ് പ്രകാരവും ശ്രീ കെ എം മാണിയെ PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം അതിൽ ശ്രീ ബിജു രമേശും കുറ്റവാളിയാണ്. കൊടുത്തതും കുറ്റമാണ്, വാങ്ങിയതും കുറ്റമാണ്. ആ നിലയ്ക്ക് ഇതിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെയും ഈ കൊടുക്കാനുള്ള പണം സ്വരൂപിച്ച സോഴ്സ് ഏതാണോ ആ സോഴ്സിന് വേണ്ടിയിട്ട് പണം സംഘടിപ്പിച്ച ആളുകളെയും പ്രതികളാക്കി കേസെടുക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള മാർഗം. ഇതിൻ്റെ വസ്തുതകൾ കേരളത്തിലെ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കുവാനായിട്ട് ഭരണകർത്താക്കൾക്ക്, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ ബാധ്യതയുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നേരത്തെ ബിജു രമേശിൻ്റെ ഒരു ആരോപണം മാത്രമാണ് കേസിന് ആസ്പദമായി പറഞ്ഞു കേട്ടിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത്. അതിൽ അടിസ്ഥാനമില്ല, അതുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയും KPCC-യും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറത്ത് കേസെടുക്കാൻ പാകത്തിൽ ചില വസ്തുതകളുണ്ട്, അത് നിയമപരമായി തന്നെ ബാധ്യതയാണ് എന്നാണ് അഡ്വക്കേറ്റ് ഉദയഭാനു ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, നമ്മൾ കഴിഞ്ഞ 3 വർഷക്കാലം പൂർത്തിയാക്കി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്, അപ്പോൾ സ്വാഭാവികമായി ഈ 3 വർഷക്കാലത്തെ കേരള രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെയും ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയും നിരന്തരമായി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ആരോപണത്തിന് അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കാനും അന്വേഷണങ്ങൾ നടത്താനുമാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് പുറപ്പെടുന്നതെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ ഭരിക്കാൻ നേരം കിട്ടില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരെ എത്ര ആരോപണങ്ങളാണ് ഉന്നയിച്ച് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ എവിടെ ചെന്നിക്കും? കാര്യം യാതൊരു വിധമായ അടിസ്ഥാനവുമില്ലാത്ത, യാതൊരു വിധമായ തെളിവുകളും കൈവശമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ അഴിമതിയുടെ മുൾമുനയിൽ നിർത്തി ആസ്വദിക്കുന്നൊരു പ്രവണത കഴിഞ്ഞ കുറേ കാലമായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് എന്താ ഒരു നേട്ടം? ഇനി ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ എന്തെങ്കിലും അടിസ്ഥാനമുള്ള ഒരു ആരോപണം ആരും ഉന്നയിച്ചാൽ ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കെ മാണിയെ എല്ലാവർക്കും അറിയാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പണം കൊടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ അവർക്കാകാമല്ലോ. സ്വാഭാവികമായ തെളിവുകൾ ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കി കേസെടുക്കാം. ഇവിടെ ശ്രീ ഉദയഭാനു പറഞ്ഞ മണിയുടെ കാര്യം എൻ്റെ ഡിഫറൻറ്റ് മാറ്ററാണ്. അതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷനാണ്. കാരണം മൈക്കിലൂടെ
നൂറുകണക്കിന് ആളുകൾ, നൂറതല്ല എത്രയോ ആളുകൾ കേൾക്കെയാണ് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെക്ഷനാണ് മണി നടത്തിയത്. ഞങ്ങൾ കുത്തിക്കൊന്നിട്ടുണ്ട്, ഞങ്ങൾ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, ഞങ്ങൾ തല്ലിക്കൊന്നിട്ടുണ്ട്, ഞങ്ങൾ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പൊ കൊന്നിട്ടുണ്ട് എന്ന് ഒരു ജുഡീഷ്യൽ കൺഫെക്ഷനാണ് മണി നടത്തിയത്. അതിനെയും ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നതിനും തമ്മിൽ ഒരു വക്കീല് സമാനതകൾ കണ്ടെത്തിയത് വളരെ ആശ്ചര്യമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അത് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാധ്യമത്തിലൂടെയാണ് കൈക്കൂലി കൊടുത്തു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അങ്ങനെ നടന്നിട്ടില്ല എങ്കിൽ ആ ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരെയെങ്കിലും കേസെടുക്കാനുള്ള ബാധ്യതയില്ലേ സർക്കാരിന്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതാണല്ലോ ശ്രീ കെ എം മാണി ഈ ഒരല്പസമയത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. അപ്പം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആള് അടിസ്ഥാനവുമായി തെളിവുകളുമായി രംഗത്ത് വരാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ശ്രീ കെ എം മാണിയുടെ പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയമായും ഈ ആരോപണത്തെ അവർ നേരിടും. അപ്പം നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിച്ച ആളിന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? റൈറ്റ്. അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ പറയുന്നത് പോലെ വലിയ ഒരു സദസ്സിന് മുൻപാകെ ഒരു ദൃശ്യമാധ്യമത്തിലൂടെ നടത്തിയ ആരോപണം, അതിന് എം എം മണിയുടെ കാര്യത്തിൽ ഉള്ളതുപോലെ എടുക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന വാദത്തിന് എത്രമാത്രം സാധുതയുണ്ട്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വളരെ സമർത്ഥനായതുകൊണ്ട് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഒരു സദസ്സിന് മുൻപിൽ, ഒരു ശ്രോതാക്കൾക്ക് മുമ്പിൽ ഒരു കുറ്റകൃത്യം ഒരാൾ ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ വെല്ലുവിളിയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അത്തരം വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ ഒരു സദസ്സിന് മുൻപിൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഒരു കേസ് എടുക്കാനായി സാങ്കത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് പ്രതിയാകട്ടെ, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുള്ള ആളാകട്ടെ, കൊടുത്ത ആളാകട്ടെ. ഇവിടെ വിഷയം ശ്രീ ബിജു രമേശ് പറഞ്ഞത്, ബിജു രമേശ് കുറ്റവാളിയാണ്. ശ്രീ കെ എം മാണി കൈക്കൂലി വാങ്ങിച്ചുവെങ്കിൽ അതേ നാണയത്തിൽ തന്നെ കുറ്റവാളിയുടെ അതേ ഫൂട്ടിങ്ങിൽ, അതേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ബിജു. എവിടെ? അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പുകൾ പ്രകാരം അതിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുക്കാൻ സന്നദ്ധനായി നിന്നുകൊണ്ട് ഇന്നലെ അദ്ദേഹം നടത്തിയത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആ 2 ചാനലുകളിലും സാക്ഷിയായിരുന്നു എന്നാണ് ഞാൻ രാത്രി കണ്ട് മനസ്സിലാക്കിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്, നാട് വിട്ടു പോകാൻ തയ്യാറാണ്, മറ്റെന്തിനും സന്നദ്ധനാണ്, ഇത് എന്ത് നേരിടാൻ തയ്യാറ്, സ്വന്തം ബിസിനസ്സിൻ്റെ ഭാവിയെക്കുറിച്ച് എന്ന് പറയും. അതൊന്നും അല്ല വിഷയം. വിഷയം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ അവതരിപ്പിച്ച രീതിയിൽ ശ്രീ മണിയുടെ വിഷയം ഞാൻ പറഞ്ഞത്, ഒരു പൊതു സമക്ഷത്തിൽ ഒരാൾ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, അത് പ്രതിയാകട്ടെ മറ്റൊരാളാകട്ടെ, ആ നടപടി അനുസരിച്ച് കേസെടുക്കാമോ ഇല്ലയോ എന്ന് കേരള ഹൈക്കോടതി തീരുമാനിച്ച വിധിന്യായത്തിൻ്റെ കാര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പശ്ചാത്തലം എന്ന നിലയ്ക്ക് പറഞ്ഞത്. മണി പറഞ്ഞതോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യങ്ങളോ ഒക്കെ എല്ലാം മാറ്റിവെക്കാം. അതിന് ഞാൻ കമ്പാരിസൺ നടത്തിയത് പെശകാണ് എന്ന് അദ്ദേഹത്തിന് ആശ്ചര്യകരമായി തോന്നി, അതും മാറ്റിവെക്കാം. വിഷയം ശ്രീ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു കുറ്റകൃത്യത്തിൻ്റെ അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അനാവരണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസെടുക്കാൻ മടിക്കുന്നു? ഇല്ല എങ്കിൽ എന്തുകൊണ്ട് അതുപോലെ പരസ്യമായിട്ട് ഒരു മന്ത്രിയുടെ പേരിൽ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ഇത്ര രൂപ ഇന്ന സ്ഥലത്ത് വെച്ച് കൊടുത്തു എന്ന് ആക്ഷേപിക്കുകയും ചെയ്ത ആൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകുന്നു? ഈ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുന്നത് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ഡോക്ടർ ടി എം തോമസ് ഐസക്, ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ആരോപണങ്ങൾ വരുന്നു. മന്ത്രിമാർക്കെതിരെ, നേതാക്കൾക്കെതിരെ ഒക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അടിസ്ഥാനമായ വസ്തുതകൾ നിരത്താതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഹാജരാക്കാം, അത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, ഇതൊക്കെയാണ് വാദഗതികൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ പുറത്തൊക്കെ കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ അത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന വാദങ്ങളിൽ അല്പം കഴമ്പില്ലേ?